സ്വർണ്ണവില കുതിക്കുന്ന സാഹചര്യത്തിൽ ബാങ്ക് ലോക്കറുകളെ മാത്രം വിശ്വസിച്ച് ആഭരണങ്ങൾ സൂക്ഷിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ. ലോക്കറിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾക്ക് ബാങ്കുകൾ നൽകുന്ന സുരക്ഷയ്ക്കും നഷ്ടപരിഹാരത്തിനും റിസർവ് ബാങ്ക് കൃത്യമായ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. മോഷണമോ തീപിടുത്തമോ ഉണ്ടായാൽ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കിയല്ല ബാങ്ക് നഷ്ടപരിഹാരം നൽകുന്നത്. റിസർവ് ബാങ്ക് നിയമപ്രകാരം തീപിടുത്തം, മോഷണം, ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തട്ടിപ്പുകൾ, കെട്ടിടം തകരുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ മാത്രമാണ് ബാങ്കിന് ഉത്തരവാദിത്തമുള്ളത്. എന്നാൽ ഈ നഷ്ടപരിഹാരം ലോക്കറിന്റെ വാർഷിക വാടകയുടെ 100 ഇരട്ടി മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ വർഷം 2000 രൂപയാണ് ലോക്കർ വാടകയായി നൽകുന്നതെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പരമാവധി തുക 2 ലക്ഷം രൂപ മാത്രമായിരിക്കും. നിലവിലെ വിപണി വില അനുസരിച്ച് 2 പവൻ സ്വർണത്തിന്റെ വില പോലും ഇതിലും കൂടുതലാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം സൂക്ഷിക്കുന്നവർക്ക് ഈ തുക തുച്ഛമായിരിക്കും. പ്രളയം, ഭൂകമ്പം, ഇടിമിന്നൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം ലോക്കറിലെ സാധനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായാൽ ബാങ്കിന് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കില്ലെന്ന് RBI വ്യക്തമാക്കുന്നു. ഉപഭോക്താവിന്റെ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന നഷ്ടങ്ങൾക്കും ബാങ്ക് ഉത്തരവാദിയല്ല. ലോക്കറിൽ ഇരിക്കുന്ന സാധനങ്ങൾക്ക് ബാങ്കുകൾ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നില്ല. ലോക്കറിനുള്ളിൽ എന്തൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ബാങ്കിന് അറിവില്ലാത്തതിനാലാണിത്. അതിനാൽ സ്വർണം ഇൻഷുർ ചെയ്യേണ്ടത് ഉപഭോക്താവിന്റെ ബാധ്യതയാണ്. ഇനി ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറൽ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ആഭരണങ്ങൾക്കായി പ്രത്യേക പോളിസികൾ എടുക്കാം. വീടിന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൽ ആഭരണങ്ങൾക്കും കൂടി അധിക പരിരക്ഷ ചേർക്കുന്നതാണ് ഏറ്റവും ലാഭകരമായ മാർഗം. ഇത് സ്വർണം ബാങ്ക് ലോക്കറിൽ ഇരിക്കുമ്പോഴും ധരിക്കുമ്പോഴും ഒരുപോലെ സുരക്ഷ നൽകും. ലോക്കറിന് പകരമായി സ്വർണം ബാങ്കിൽ പണയം വെച്ച് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത് സുരക്ഷിതമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ ബാങ്ക് സ്വർണത്തിന്റെ മുഴുവൻ മൂല്യത്തിനും ഉത്തരവാദിത്തം ഏൽക്കുന്നു. ആവശ്യമുള്ളപ്പോൾ മാത്രം പണം പിൻവലിച്ചാൽ മതി, പിൻവലിക്കുന്ന തുകയ്ക്ക് മാത്രം പലിശ നൽകിയാൽ മതി എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ പാരമ്പര്യമായി കൈമാറി വന്ന ആഭരണങ്ങൾ ഇടയ്ക്കിടെ ഉപയോഗിക്കേണ്ടവർക്ക് ഈ രീതി പ്രായോഗികമായെന്ന് വരില്ല. ലോക്കർ വാടകയ്ക്കൊപ്പം സ്വർണത്തിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് കൂടി ഉറപ്പാക്കുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും സുരക്ഷിതമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു.